ഇങ്ങനെയാണോ മിറ്റടിക്കുന്ന? നല്ല വൃത്തിയിൽ അടിച്ചിട്ടില്ലേ? അങ്ങനെ തന്നെയല്ലേ അടിക്കുന്നേ? അങ്ങോട്ട് വീശി അടിക്കണം. വീശി അടിക്കാൻ എന്താ കൊടുങ്കാറ്റോ? എനിക്കിട്ട് ഊതല്ലേ. അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് പറ. നിങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ആണ് എനിക്ക്. ഫാമിലി ഫോട്ടോ? എന്തിനിപ്പോ? ഫ്രെയിം ചെയ്ത് പൂജാമുറി കൊണ്ടുവെക്കാൻ. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ട്, അത് മതിയാ? ഫസ്റ്റാ പൂജാമുറി വെക്കാൻ പറ്റിയ മോന്തയാ. അപ്പൊ പിന്നെ അമ്മേലെ ഇപ്പം പറഞ്ഞത് പൂജാമുറിയിൽ വെക്കാനാ? എടി എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലിടാനാ. ആ വിമല അവൻ്റെ മോനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന എല്ലാവരും കൂടെ ഒരു ഫോട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ എൻ്റെ ഗ്രൂപ്പിൽ. അതിന് അവര് ഗ്രൂപ്പിലിട്ടതിന് നമ്മളെ ഫോട്ടോ എന്തിനാ ഇടുന്നത്? അത് കൊള്ളാം. എല്ലാരും ഇട്ടപ്പോ പിന്നെ എനിക്ക് ഇടാതിരിക്കും. അവനുക്കോ സരസ്വതിമ്മ മാത്രമേ ഇടാതിരുന്നിട്ടുള്ളൂ. അതിനൊരു കാരണം ഉണ്ടാവൂലേ ഫോട്ടോ ഇടുന്നതിന്? നീ ഇങ്ങോട്ട് ഫോട്ടോ എടുക്ക്. ഫാമിലി ഫോട്ടോ ഇല്ല, ഞാനും പിള്ളേരുമായിട്ടുള്ള ഫോട്ടോ ഉണ്ട്, അത് മതിയാവുക. അതിനെ പിന്നെ പ്രകാശനം ഇല്ലാതെ ഫോട്ടോ ഞാനിങ്ങനെ ഇടുന്നു. എന്നാ നിനക്ക് പ്രകാശനം നിർത്താൻ നാണക്കേടാണോടി? അല്ല, പ്രകാശേട്ടനായിട്ടുള്ള ഫോട്ടോ എൻ്റെ അടുത്തില്ല, ഫാമിലി ആയിട്ടുള്ളത്. പിന്നെ നീ എന്തൊരു വീട്ടമ്മയാടി നീ. ഒരു ഫോട്ടോ എടുക്കാൻ പോലും കഴിവില്ലാത്ത. അതിന് നിങ്ങളെ മോയെ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വരണ്ടേ? നീ മനഃപൂർവ്വം നിർത്താത്ത. ഫോട്ടോയിലെ കുറച്ച് ഭംഗി ഉണ്ടാവണം. ഓ, നിനക്ക് മാത്രമുള്ള ഭംഗി? എന്തൊരു സാധനം ഇത്. ഇപ്പൊ ഞാൻ നാണം കെടുവല്ലോ. എല്ലാരും ഇങ്ങനെ ഇട്ടോണ്ടേ ഇരിക്കുക. അന്ന് അമ്മ വാട്സപ്പിൽ കയറണ്ട, അതാ നല്ല 2 ദിവസത്തേക്ക്. അമ്മ ആ തേങ്ങയെല്ലാം പറിക്കാനായിട്ടുണ്ട് തോന്നല്ലേ? നോക്കിയേ അല്ലേ? അങ്ങോട്ട് കണ്ണു വെച്ചോ. ഇനി തേങ്ങ പറിക്കാറായിട്ടുണ്ടോന്ന്. ഞാൻ മുറ്റടിക്കുമ്പോ എന്റെ തലയിലല്ലേ വീണ്ടും പിന്നെ ഞാൻ മരിച്ചു നോക്കായിരിക്കും. നാളെ ആ പ്രകാശനം കൂട്ടിക്കൊണ്ട് പോയിട്ടൊരു ഫാമിലി ഫോട്ടോ എടുത്ത് എൻ്റെ എത്രയും പെട്ടെന്ന് എനിക്ക് തരണം. ആലോചിക്കാം. ഓ, ഇങ്ങോട്ട് മാറി ഏതായാലും അടിച്ചു വരട്ടെ. ഒന്ന് അടിക്ക് നോക്കട്ടെ. ഒന്ന് അടിക്കുന്ന എങ്ങനെയാന്ന് നോട്ടെ. അടി അടി. അടിക്കുന്നില്ല. അടിക്കൊന്ന് വൃത്തിയായിട്ട് നേരെ പോണു. എനിക്ക് അല്ല, അമ്മയല്ലേ പറഞ്ഞു ഇങ്ങനെയാണോ അടിച്ചു വരല? എന്നാ പിന്നെ അമ്മയൊന്ന് ചെയ്ത് കാണിച്ചതാ. കാണിച്ചരാൻ കൊണ്ടോ അടി. ഇതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാടി. ഞാനിങ്ങനെ 2 കൈ പിടിച്ചിട്ട് അടിക്കാറില്ല അമ്മ. എടി ശരീരം അനങ്ങി വേണം അടിക്കാൻ. ഞാൻ കാണിച്ചു തരാം. അങ്ങനെയല്ല അടിക്കണ്ടേ. നമ്മൾ സാധാരണ എല്ലാവരും അടിക്കുന്നത് ഇങ്ങനെ ബാക്കിൽ ഇതിങ്ങനെ കൈ വെച്ചിട്ട് ഇതിങ്ങനെ അടിക്കണം. കണ്ടാ, അമ്മയുടെ കാട്ടി സ്പീഡിൽ ഞാൻ അടിച്ചില്ലേ? ഓക്കെ, ഇങ്ങനെയാണ് മുറ്റടിച്ച് വരേണ്ടത്. 2 ദിവസം ഗ്രൂപ്പ് കയറണ്ട കേട്ടോ. ഞാൻ ആലോചിച്ചോളാം. ഫോട്ടോയിൽ എടുത്തിട്ട് നമുക്ക് ഇടാം. ഫോട്ടോ എടുക്കാൻ മറക്കരുത് കേട്ടാ. ഇങ്ങനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് അച്ഛൻ ചത്തുപോയിന്ന്. മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു ശരാശരം. യോഗ ചെയ്യാൻ സമ്മതിക്കത്തില്ല നീ? യോഗ ചെയ്തതാണോ? ഞാൻ വിചാരിച്ച് ചത്തത്. നീ അങ്ങനെ പലതും വിചാരിക്കും. പന്തേ കുറിച്ച് ഭയങ്കര ബഹുമാനമാണല്ലോ. പുണ്ണി, നീ പഠിക്കാനൊന്നുമില്ലേ? അതാണ് ഞാൻ ഇപ്പം പഠിക്കണേ. അച്ഛൻ യോഗ പഠിപ്പിച്ചതാ. അച്ഛന്റെ യോഗയെ നീ പഠിച്ചിരുന്നല്ലേ മേലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. അച്ഛന്റെ യോഗയ്ക്ക് ഒരു കുഴപ്പം? അതന്നെ, അച്ഛൻ യോഗ പഠിപ്പിച്ചാൽ അമ്മയ്ക്കണ്ട നല്ല ആരോഗ്യവും സ്ട്രെങ്ത് ഉണ്ടെങ്കിലും പഠിക്കാൻ പറ്റുള്ളൂ. അത് വെച്ചിട്ട് ഞാൻ സർക്കാർ ജോലി മേടിക്കൂല. യോഗ പഠിക്കുന്നതെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെ ഇപ്പം പോയിട്ട് പാഠപുസ്തകത്തിലെ പടങ്ങൾ പഠിച്ചാട്ടെ പോ. അച്ഛാ, ഞാൻ അവിടെ നിക്കണോ പോണോ? പോടാ. ഈ കാലാവസ്ഥയിൽ നീ പോകുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. അച്ഛൻ അമ്മേനെ യോഗ പഠിപ്പിക്കേ, ഞാൻ പോയി എന്റെ ശാസ്ത്രങ്ങൾ പഠിക്കട്ടെ. അത് ഐഡിയ.